ഈ വർഷത്തെ IPL സംബന്ധിച്ച് ഒരുപാട് വാർത്തകൾ ഇന്നലെ വൈകിട്ടോടുകൂടി പുറത്തു വന്നിരുന്നു. അത് എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾ ആദ്യമേ അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ അപ്ഡേറ്റ് സൗത്ത് ആഫ്രിക്കൻ താരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന് വേണ്ടി സ്ക്വാഡിൽ ഇടം നേടിയ സൗത്ത് ആഫ്രിക്കൻ താരങ്ങളോട് ആദ്യം മെയ് 26 തിരികെ പോകണം എന്ന നിർദ്ദേശമായിരുന്നു സൗത്ത് ആഫ്രിക്ക മുന്നോട്ട് വെച്ചത്. ശേഷം ഈ കാര്യത്തിൽ BCCIയുമായി ഒരു ചർച്ച ഇന്നലെ നടന്നപ്പോൾ ഈ തീരുമാനം സൗത്ത് ആഫ്രിക്ക മാറ്റിയേക്കും എന്ന രീതിയിലുള്ള വാർത്തകളായിരുന്നു വന്നിരുന്നത്. എന്നാൽ ചർച്ചയ്ക്കൊടുവിൽ ഇതിലൊരു ഫൈനൽ തീരുമാനം എത്തുകയും മെയ് 27 സ്ക്വാഡിലുള്ള എല്ലാ സൗത്ത് ആഫ്രിക്കൻ താരങ്ങളും തിരികെ പോകണം എന്ന അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. കഗീസോ റബാദ, മാർക്കോ യാൻസൻ, മാർക്രം, ലുങ്കി എൻഗഡി, സ്റ്റബ്സ്, വിയാൻ മുൾഡർ, റിയാൻ റിക്കൾട്ടൺ, കോർബിൻ ബോസ് തുടങ്ങി 8 താരങ്ങൾക്ക് പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കില്ല. ഇതുപോലെ തന്നെ ഇംഗ്ലണ്ട്, വിൻഡീസ് ക്രിക്കറ്റ് ബോർഡുകളുമായും ചർച്ച നടന്നിരുന്നു. ഇംഗ്ലണ്ട് IPL കളിക്കണോ രാജ്യത്തിന് വേണ്ടി കളിക്കണോ എന്ന തീരുമാനം താരങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോൾ ഇംഗ്ലണ്ടിന്റെ ഏകദിന ടീമിൽ എത്തിയിരിക്കുന്ന എല്ലാ താരങ്ങളും IPL പ്ലേ ഓഫ് കളിക്കാൻ ഉണ്ടാകില്ല എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇതോടെ ബട്ട്ലർ, ജേക്കബ് ബദൽ, വിൽ ജാക്സ് തുടങ്ങി 3 പേരും IPL പ്ലേ ഓഫ് കളിക്കാതെ തിരികെ പോകും. ഓൾറെഡി 2 ടീമുകൾ ഇവർക്ക് വേണ്ട റീപ്ലേസ്മെന്റും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിൽ ജാക്സിന്റെ പകരക്കാരനായി മുംബൈയിൽ ജോണി ബാരിസ്റ്റോയും ബട്ട്ലറുടെ റീപ്ലേസ്മെന്റായി കുശാൽ മെൻഡിസുമാണ് GTയിൽ എത്തിയിരിക്കുന്നത്. ഫിൽ സോൾട്ട് അവൈലബിൾ ആയതുകൊണ്ട് ജേക്കബ് ബദലിന് റീപ്ലേസ്മെന്റ് ഉണ്ടാകുമോ എന്നത് അറിയില്ല. ഇതെല്ലാം ടെമ്പററി റീപ്ലേസ്മെന്റ് ആണ്. വിൻഡീസ് ബോർഡുമായുള്ള ചർച്ചയാണ് ഏറ്റവും വിജയകരമായി മാറിയത്. റൊമാരിയോ ഷെപ്പേർഡ്, റദർഫോർഡ് തുടങ്ങി 2 പേരും അവരുടെ ഏകദിന ടീമിലേക്ക് നേരത്തെ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും ഇന്നലെ ചർച്ചയ്ക്ക് ശേഷം ഈ 2 പേരും ടീമിൽ നിന്ന് റിലീസ് ചെയ്ത് വേറെ 2 താരങ്ങളെയാണ് വിൻഡീസ് ഏകദിന പരമ്പരയ്ക്ക് വേണ്ടി ആഡാക്കിയിട്ടുള്ളത്. ഇതോടെ റദർഫോർഡ്, ഷെപ്പേർഡ് തുടങ്ങി 2 പേരും ഫുൾ IPL കളിക്കാനുണ്ടാകും. ഇതിനു പുറമെ 2 റീപ്ലേസ്മെന്റ് കൂടി ഇന്നലെ വന്നിരുന്നു. നേരത്തെ പരിക്ക് പറ്റി പുറത്തായ ലോക്കി ഫർഗൂസിന് പകരം കൈൽ ജമ്മീസൺ പഞ്ചാബിലെത്തിയപ്പോൾ മയങ്ക് യാദവിന് പകരം വില്ലോ റൂക്ക് ലക്നൌവിലെത്തിയിട്ടുണ്ട്. ഒപ്പം മോയിൻ അലി, റോമൻ പവൽ തുടങ്ങി 2 പേരും IPLൽ നിന്ന് പിന്മാറ്റവും ഇന്നലെ പ്രഖ്യാപിച്ചു. ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു റീപ്ലേസ്മെന്റ് KKR നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. RCBയെ നോക്കിയാൽ ടീമിന് ഒരു പോസിറ്റീവ് എന്നോണം പരിക്കുണ്ടായിരുന്ന രജത് പട്ടിദാർ ഇന്നലെ നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. താരം കളിക്കുന്നത് കണ്ട് ഇഞ്ചുറി ഓക്കെ ആണ് എന്ന് തന്നെയാണ് തോന്നുന്നത്. ടീമിന്റെ മിഡിൽ ഓർഡറിൽ താരം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്.